ഇറാനുമായി ബന്ധം ആരോപിച്ച് വെനിസുലയുടെ എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര കൊള്ളയടി സംഘമായിട്ടാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്ന് വെനിസുലൻ പ്രസിഡന്റ് ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. മേഖല ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവം നടന്നത് മർഷൽ ഐലൻഡിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ സ്കിപ്പർ എന്ന് പറയുന്ന എണ്ണക്കപ്പലാണ്. പനാമയിലാണ് രജിസ്റ്റർ ചെയ്തത്. വെനിസുലയിൽ നിന്ന് ഗയാനയിലേക്ക് എണ്ണ കയറ്റി പോകുന്നതിനിടയിലാണ് ഈ പറയപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് അമേരിക്ക പറയുന്ന കാര്യം, ഗയാനയിലേക്ക് പോകാൻ ഔദ്യോഗികപരമായ രീതിയിൽ വെനിസുലയ്ക്ക് അംഗീകാരമില്ലാത്ത കപ്പലാണ് സ്കിപ്പർ എന്ന കപ്പൽ. അത് ഒരു പടുകൂറ്റൻ എണ്ണക്കപ്പലാണ്. അവർക്കങ്ങനെ പോകാൻ അധികാരമില്ലാതിരിക്കെ പോയതിനാലാണ് പിടിച്ചെടുത്തത് എന്ന് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. എന്നാൽ ഈ മേഖലയിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അധികാരം, ഏത് തരത്തിലുള്ള അംഗീകാരം ചോദ്യം ചെയ്യാൻ ഈ മേഖലയിൽ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളില്ലല്ലോ എന്നുള്ള കാര്യമാണ് വെനിസുല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനും ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള കപ്പലാണ്. തങ്ങളത് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒരവസര സാഹചര്യങ്ങൾ കിട്ടിയ സമയത്ത് തങ്ങൾ പിടികൂടി എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അനൗദ്യോഗികമായ രീതിയിലുള്ള ഒരു പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. വെനിസുലയിൽ നിന്ന് എണ്ണ തുറമുഖമായിരിക്കുന്ന പ്യൂർട്ടോ ജോസ് എന്ന മേഖലയിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്. കടലിൻ്റെ മധ്യേ മറ്റൊരു കപ്പലിലേക്ക് മാറ്റുന്നതിനിടെ അമേരിക്ക പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. പിടിച്ചത് അന്താരാഷ്ട്ര പാതയിലെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. എന്നാൽ വെനിസുലയുടെ സമുദ്ര തീരത്താണ് സാധാരണഗതിയിൽ ഈ പറയപ്പെട്ട എണ്ണ തുറമുഖമായിരിക്കുന്ന പ്യൂർട്ടോ ജോസിൽ നിന്ന് തങ്ങളുടെ കപ്പൽ പോകാറുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനെ നിയന്ത്രിക്കാനോ ഇടപെടാനോ പിടിച്ചെടുക്കാനോ അമേരിക്ക യാതൊരു തരത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ളത് അവർ പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ പറയുന്നത്, ബ്ലാക്കായിട്ട് ഈ എണ്ണ കടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ പല കപ്പലുകളും ഇങ്ങനെ യൂറോപ്യൻ രജിസ്റ്റർ ഉള്ള പല കപ്പലിനെയും ഇതിന് ഉപയോഗിക്കുന്നു. പണം കുറച്ച് നൽകിയിട്ടാണ് ഈ എണ്ണ വിൽപ്പന നടത്തുന്നത്, ബ്ലാക്ക് വിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്. വെനിസുലയും ഇറാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. അതുകൊണ്ട് ഇറാൻ്റെ എണ്ണ ബ്ലാക്കായിട്ട് മറ്റ് രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പണം സ്വരൂപിക്കുന്ന ഒരു പ്രവർത്തനമാണ് വെനിസുല ചെയ്തത്. അത് തങ്ങൾ ഒരുപാട് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, ഇപ്പം നിലവിൽ സാമ്പത്തിക ഉപരോധമുണ്ട് എന്നതിനാൽ വലിയ പ്രയാസം ഇറാൻ അനുഭവിക്കുന്നത് പണമാക്കി സ്വരൂപിക്കാൻ, അത് എണ്ണ വിൽപ്പന നടത്തിക്കൊണ്ട് വെനിസുല പോലെയുള്ള, റഷ്യ പോലെയുള്ള, കൊറിയ പോലെയുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം സ്വരൂപിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ നടത്തപ്പെട്ട പ്രവൃത്തികളെല്ലാം ബ്ലാക്കായിട്ട് നടത്തിയതാണ്. അതാണ് തങ്ങൾ പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെനിസുലയുടെ പ്രതികരണം കഠിനമുള്ളതാണ്, ശക്തമായിട്ടാണ് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അന്താരാഷ്ട്ര കൊള്ളയടി സംഘമായിട്ട് അമേരിക്ക വാണിരിക്കുന്നു എന്നുള്ളതും അത് തങ്ങളുടെ ഭൂമിയിൽ വിലപ്പോവില്ലെന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടി വല്ലാതെ വൈകാതെ ഉണ്ടാകുമെന്നുള്ളതാണ്. കപ്പലും എണ്ണയും വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് തിരിച്ചു നൽകണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വെനിസുല നൽകിയിരിക്കുന്നു. എന്നാൽ എണ്ണ നൽകില്ലെന്നും കപ്പൽ നൽകാൻ തയ്യാറാണെന്നും അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന പ്രതികരണം പുറത്തു വന്നു. എണ്ണ എന്ന് പറയുന്ന സമയത്ത് നിയമവിരുദ്ധമായ രീതിയിൽ കടത്തിയതായതുകൊണ്ട് തങ്ങളത് നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ അത് വിപണിയിൽ വിൽപ്പന നടത്തുകയോ മറ്റോ ചെയ്യും. അത് ഏത് തരത്തിൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നിട്ട് അത് UN സഭയുടെ നേതൃത്വത്തിൽ മറ്റു കാര്യത്തിന് ഈ പണം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതിന് വെനിസുല പറയുന്ന മറുപടി, തങ്ങളുടെ കപ്പലാണ്, തങ്ങളുടെ പെട്രോളാണ്, തങ്ങൾ വിൽപ്പന നടത്താനോ അല്ലാതെയോ കൊണ്ടുപോവുകയാണെങ്കിൽ അത് തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങളുടെ പാതയുടെ മധ്യേ വെച്ചാണ് പിടികൂടിയത്, അന്താരാഷ്ട്ര പാതയല്ല.
അതിൻ്റെ കിലോമീറ്റർ ദൂര പരിധിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വെനിസ്വേല ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരു യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു, അതായത് യുദ്ധം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെനിസ്വേലയുടെ ബോട്ടിനെ തകർത്തിട്ട് ഏകദേശം 20ഓളം വെനിസ്വേലൻ പൗരന്മാരെയും മീൻപിടുത്തക്കാരെയും അമേരിക്ക കൊലപ്പെടുത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ട്, അതുകൊണ്ട് അതിനാലാണ് തങ്ങൾ ഇത് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞത്. തങ്ങളുടെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്തതിന് തങ്ങളത് പ്രതികാരം ചെയ്യുമെന്നും തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പം നടത്തുന്നത് ഏറ്റവും ഭീകരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അനിയന്ത്രിതമായ രീതിയിലുള്ള ഇടപെടൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തും ഭൂമിശാസ്ത്രപരമായ രീതിയിലും അവർ നടത്തുന്നത് വലിയ പ്രയാസം ഭാവിയിൽ അവർക്കുണ്ടാകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് കപ്പൽ വഴി പിന്നീട് അമേരിക്കയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി അവർ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് രൂക്ഷമായിരിക്കുന്നു എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഷാവേസിൻ്റെ മരണത്തിന് ശേഷം തന്നെ ഏറെക്കുറെ അത് രൂക്ഷമായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അതിന് ഒന്നും കൂടി ആക്കം കൂട്ടിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തുള്ള പൗരന്മാർക്കും അതേപോലെ തന്നെ യുവാക്കൾക്കും ആരോഗ്യം ക്ഷയിപ്പിക്കാനുള്ള മരുന്നായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അത് തടയുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങളുടെ കടമയാണ്, തങ്ങളത് ചെയ്യുമെന്നാണ് അമേരിക്കയുടെ പക്ഷം. 4ലധികം യുദ്ധക്കപ്പലുകളാണ് കരീബിയൻ കടലിൽ ഇപ്പോൾ വെനിസ്വേലയ്ക്ക് നേരെ യുദ്ധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിലൊക്കെ റഷ്യയും ഇറാനൊക്കെ ഇടപെട്ടതോടുകൂടി മേഖല കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് മാറുമോ എന്നൊരു പേടി ഈ അമേരിക്കക്കുള്ളത് കൊണ്ടാണ് വളരെ ലളിതമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കപ്പലിനെ ആക്രമിച്ചത്. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുന്നാമ്പുറവും പിന്നാമ്പുറവും നോക്കാത്ത രീതിയിലുള്ള യുദ്ധം സാധാരണഗതിയിൽ അമേരിക്ക മൂന്നാം ലോക രാജ്യത്തിന് നേരെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അവരുടെ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. എന്നാൽ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആഴ്ചകളായിട്ടും അവർ യുദ്ധം ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു ഉക്രൈനായിട്ട് മാറുമോ എന്നുള്ള പേടി കൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത് എന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ സർവ്വമേഖലയും ഇപ്പോൾ അമേരിക്കക്കെതിരെ ഏകോപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. മിഡിൽ ഈസ്റ്റ് മേഖല അങ്ങനെയുണ്ട്, ആഫ്രിക്കൻ മേഖല അങ്ങനെയുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിൽ അങ്ങനെയുണ്ട്, ഏഷ്യൻ മേഖലയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതു രാജ്യത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടാലും അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന ചേരിയാണ് ഇപ്പോൾ വിജയിച്ച് വരാറുള്ളത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പല വിഷയത്തിലും അവർ ഇടപെട്ടിട്ട് അവർക്ക് സ്വന്തമായിരിക്കുന്ന അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇറാഖിൻ്റെയും ലിബിയയുടെയും സുഡാൻ്റെയും ലെബനാൻ്റെയും എല്ലാ പേര് അതിലുണ്ട്. സിറിയ അതിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഈജിപ്ത് വന്നിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ട കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സർവ്വ മേഖലയിലും അവർ പരാമർശിച്ചിട്ടും അവർ ഇടപെടിച്ചു അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ വെനിസ്വേലയിൽ സാധിച്ചിട്ടില്ല. വെനിസ്വേലയിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷാവേസിനെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ കമ്മ്യൂണിസത്തിന് ബദലായിരിക്കുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും അധികാരത്തിൽ വരുന്ന സമയത്ത് മാത്രമാണ് പൂർണ്ണമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ആ രാജ്യത്തിന് ഉണ്ടാകുകയുള്ളൂ എന്ന് അവരുടേതായിരിക്കുന്ന, അതായത് വെനിസ്വേലയുടെ രാഷ്ട്ര പൗരന്മാരോട് അമേരിക്കയുടെ പ്രസിഡന്റ് മുൻപ് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് ഉൾക്കൊണ്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ബദ്ധവൈരികളായിട്ടാണ് വെനിസ്വേലയും അമേരിക്കയും നിലനിൽക്കുന്നത്. എല്ലാ ആശയ നിലപാടിനെയും വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമാണ് വെനിസ്വേല അമേരിക്കക്കെതിരെ പ്രസ്താവന ഇറക്കാറുള്ളത്. ഏറെക്കുറെ ഇറാൻ്റെ രീതിയിൽ അത് സംസാരിക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് വെനിസ്വേല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തെ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അതിന് ആ ഭരണം മാറണം, അട്ടിമറിയപ്പെടണം, പുതിയ ഭരണ സംവിധാനങ്ങൾ വരണം. ആ ഭരണ സംവിധാനം ജനാധിപത്യ രീതിയിലാവണം. ജനാധിപത്യ രീതിയിലാവണം എന്നുള്ളതൊക്കെ രണ്ടാം ഘട്ടമാണ്. പക്ഷേ ആദ്യത്തെ അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നിലവിലെ പ്രസിഡൻഷ്യൽ സംവിധാനം അവിടെ മാറണം എന്നുള്ളതാണ്. അതൊരിക്കലും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റോ സംവിധാനങ്ങളോ ഭരണകൂടമോ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മേഖലയിൽ ഏറെക്കുറെ സൈനികപരമായിരിക്കുന്ന ബലത്തിന് ക്ഷതമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ചൈനയിലേക്കും മറ്റ് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലൊക്കെ നിരീക്ഷണം നടത്താൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധസമയത്ത് അമേരിക്ക ഇട്ടെറിഞ്ഞു പോയിരിക്കുന്ന എയർപോർട്ടും അതേപോലെ തന്നെ യുദ്ധസാമഗ്രികളും വിമാനങ്ങളുമെല്ലാം തിരിച്ചു വേണമെന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും തിരിച്ചു തങ്ങൾ നൽകില്ലെന്ന് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു.
അപ്പോൾ അങ്ങനെ ആ രീതി ആ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മുൻപൊന്നും ഇല്ലാത്ത വിധം അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിൽ എതിർപ്പും വിമർശനവും നടത്തുന്ന ലോകരാജ്യങ്ങളായി മൂന്നാം ലോക രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വെനിസുല പറഞ്ഞിരിക്കുന്നത്, അന്താരാഷ്ട്ര കൊള്ളയടി സംഘമാണ് അമേരിക്ക, അവർക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല, അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് ലോകത്തിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും വെനിസുല ആരംഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടുകൂടി അമേരിക്കക്ക് ഈ കപ്പൽ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.